ഹലോ. സൗന്ദര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഓരോ മനുഷ്യരിലും വ്യത്യസ്തമാണ്. അത് സ്വന്തം സൗന്ദര്യത്തെക്കുറിച്ചും നമ്മുടെ കണ്ണുകളിലൂടെ നാം കാണുന്ന മറ്റുള്ളവരുടെ സൗന്ദര്യത്തെക്കുറിച്ചും. ഒരിക്കൽ അതിപ്രശസ്തയായ ഒരു നടിയോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം? ആ സ്ത്രീ ബുദ്ധിപൂർവകമായ ഒരു മറുപടി പറഞ്ഞു, എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണ് എന്നെനിക്കറിയില്ല. പക്ഷെ എനിക്കറിയാവുന്ന ഒന്ന്, ഏറ്റവും ആകർഷകമായ ചുണ്ടുകൾ, അധരങ്ങൾ ഉണ്ടാകാൻ നിങ്ങൾ ഏറ്റവും ദയാർദ്രതയോടും കരുണയോടും കൂടെ സംസാരിക്കണം. ഏറ്റവും മനോഹരമായ കണ്ണുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ള ആളുകളിലെ സൗന്ദര്യം കാണാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ മെലിഞ്ഞിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടണം. നല്ല ഭംഗിയുള്ള മുടികളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങളുടെ മുടിയിഴകളിൽ കൈകളിട്ട് പരതാൻ കുട്ടികളെ നിങ്ങൾ അനുവദിക്കണം. നിങ്ങളെ ഏറ്റവും നന്നായി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സ്നേഹിച്ചവരും നിങ്ങളെ സ്നേഹിച്ചവരും നിങ്ങളറിയാതെ നിങ്ങളെ അനുഗമിക്കുന്നുണ്ട്. അവർ തുടർന്ന് പറയുന്നത്, നമ്മൾ സ്നേഹിക്കേണ്ടുന്നത് വസ്തുക്കളെയല്ല, നമ്മൾ സ്നേഹിക്കേണ്ടത് മനുഷ്യരെയാണ്. ലാളിക്കപ്പെടേണ്ടതും സ്നേഹിക്കപ്പെടേണ്ടതും സംരക്ഷിക്കപ്പെടേണ്ടതും മനുഷ്യരാണ്. ആരെയും ഒരിക്കലും തള്ളിക്കളയരുത്, ഒഴിവാക്കരുത്, അവഗണിക്കരുത്. നിങ്ങൾ വളരും തോറും നിങ്ങളുടെ 2 കരങ്ങളും ബലമുള്ളതായി മാറും. ഒരു കരം നിങ്ങൾക്ക് സ്വയം സഹായിക്കാനും മറ്റേ കരം ആവശ്യമുള്ള അനേകം മനുഷ്യരെ സഹായിക്കാനുമാണ്. ഒരു സ്ത്രീയുടെ സൗന്ദര്യം അവൾ ധരിക്കുന്ന വസ്ത്രത്തിലും മുടിയിലുമൊന്നുമല്ല. വേദഗ്രന്ഥ മൊഴികളുണ്ട് കേട്ടോ. പിന്നിയിട്ട മുടികളോ അണിയുന്ന ആഭരണമോ അല്ല ഒരു സ്ത്രീക്ക് സൗന്ദര്യം നൽകുന്നത്. അവളുടെ കണ്ണുകളാണ്. ആ കണ്ണുകളിലാണ് സൗന്ദര്യം കുടികൊള്ളുന്നത്. കാരണം അത് അവളുടെ ഹൃദയത്തിലേക്ക് തുറന്നിട്ട വാതിലാണ്. നന്മയും കാരുണ്യവും ദയാർദ്രതയും വറ്റാത്ത ഹൃദയങ്ങളുള്ള മനുഷ്യരാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും അവരാണ് ഏറ്റവും അധികം സൗന്ദര്യമുള്ള മനുഷ്യർ. ഈ ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യരൊന്നും ശാരീരികമായി ഏറെ പ്രത്യേകതകളോ സൗന്ദര്യമോ ഉള്ളവരായിരുന്നില്ല. പക്ഷേ അവരുടെ ഏറ്റവും കരുണ നിറഞ്ഞ പെരുമാറ്റങ്ങളും ചേർത്തു പിടിക്കാനുള്ള മനസ്സും മനുഷ്യകുലത്തിനു വേണ്ടി മാറ്റിവെക്കാനുള്ള ജീവിതവും അവരെ വ്യത്യസ്തരാക്കിയിട്ടുണ്ട്. കൽക്കട്ടയിലെ തെരുവുകളിൽ നിന്ന് അനേകം രോഗികളെ തൻ്റെ കരങ്ങളിലേക്ക് ചേർത്തു പിടിച്ച് ചുംബിച്ച് മദർ തെരേസ എന്ന തൊലി ചുക്കിച്ചുളിഞ്ഞൊരു സ്ത്രീ സൗന്ദര്യവതിയായിരുന്നില്ല. ആഫ്രിക്കയിൽ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ നെൽസൺ മണ്ടേല ഒരിക്കലും സൗന്ദര്യത്തിന്റെ അളവുകോലുകളിൽ പെട്ടവനായിരുന്നില്ല. പക്ഷേ അവർക്കൊക്കെ അവരുടേതായ സൗന്ദര്യമുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി എന്ന വടി ഊന്നി നടന്നൊരു മനുഷ്യൻ ഒരു സാമ്രാജ്യത്തെ മുഴുവൻ കുലുക്കിയിട്ടപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകളിൽ സൗന്ദര്യമേറെ ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നില്ല അവൻ. നസ്രായനെ കുറിച്ചുള്ള പ്രവചനങ്ങളിലും പറയുന്നത്, കാഴ്ചയിൽ മനുഷ്യനെ പോലെ അവൻ കാണപ്പെട്ടില്ല, അത്രമാത്രം പീഡനങ്ങളേറ്റവൻ വിരൂപനായിരുന്നുവെന്നാണ്. ഈ ലോകത്തെ മാറ്റിയ മനുഷ്യരാരും ശാരീരികമായ സൗന്ദര്യ ശാസ്ത്രത്തിന്റെ അളവഴകുകളിൽപ്പെട്ടവരായിരുന്നില്ല. അവരൊക്കെ ഹൃദയം തുറന്ന് സ്നേഹിച്ചവരായിരുന്നു. കാരുണ്യത്തിന്റെ വാക്കുകൾ നിരന്തരം പ്രഘോഷിച്ചവരായിരുന്നു. മാനവകുലത്തോട് ചേർന്ന് നടന്നവരായിരുന്നു. നമ്മളും ആഗ്രഹിക്കേണ്ടുന്നതും നമ്മൾ പ്രവർത്തിക്കേണ്ടുന്നതും നമ്മുടെ പ്രവൃത്തികൾക്ക് സൗന്ദര്യം നൽകിക്കൊണ്ടും നമ്മുടെ വാക്കുകൾക്ക് സൗന്ദര്യം ചാർത്തിക്കൊണ്ടും നമ്മുടെ ജീവിതത്തിന് മാറ്റാനാണ്. നമ്മുടെ കണ്ണുകൾക്ക്, നമ്മുടെ അധരങ്ങൾക്ക്, നമ്മുടെ കൈകാലുകൾക്ക്, നമ്മുടെ ശരീരത്തിന് സൗന്ദര്യം വർദ്ധിക്കുന്നത് തുറന്ന ഹൃദയത്തോടെ അനേകം മനുഷ്യരിലേക്ക് നാം നടന്നെത്തുമ്പോഴാണ്. സൗന്ദര്യശാസ്ത്രമൊക്കെ മാറട്ടെ, നമ്മൾക്ക് നല്ല മനുഷ്യരാകാം. കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.